ഇത് എന്റെ ആദ്യത്തെ ഫുൾ വീഡിയോ വ്ലോഗാണ്. എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോവുകയാണ്. അബുദാബിയിലാണോ? നാളത്തേക്ക് അവിടെ വിടാമോ? പൊന്നെ നോക്കിയേ. ആ ഇപ്പൊ ഒരു ഫ്ലൈറ്റൂടെ അങ്ങ് ലാൻഡ് ചെയ്യണം. സെറ്റ് ആയിരിക്കും. സെറ്റ് വ്യൂ കിട്ടും. ഫ്ലൈറ്റ് ഇല്ല പറ്റിച്ച് കൊള്ളാല്ലേ? ഞങ്ങളുടെ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിൽ ഇതെങ്ങനെയുണ്ടെന്ന് കാണിക്കട്ടെ. ഒരു മിനിറ്റ് നോക്കിക്കേ. കൊള്ളാം. ദിസ് ഈസ് ഗ്ലോബൽ വില്ലേജ്. കൊള്ളാം. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിനും ഓരോരോ കൗണ്ടറുകളാണ്. അതായത് കൗണ്ടർ മീൻസ് അവരവരുടെ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഓരോ സംഭവങ്ങൾ. അതിലേക്ക് വരുന്നതേ ഉള്ളൂ. ബട്ട് ബിഫോർ ദാറ്റ് നല്ല ക്രൗഡിലാണ്. സൺഡേ കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡുകളുണ്ട്. കാണുമ്പോൾ പണ്ട് നമ്മൾ ഈ നാട്ടിൽ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പം ഇങ്ങനെയൊക്കെ വരില്ലേ, പള്ളി പെരുന്നാളിലൊക്കെ പോകുമ്പോൾ. എക്സാക്ട് അതിതല്ലേ? ഇതാണ് കൈമാറുന്നു. പറയോ. അവരുടെ കൾച്ചറിലുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കാണും, അവരുടെ എന്തെങ്കിലും ഈവൻറ്റ്സ് കാണും, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡാൻസ് കാണും, പിന്നെ അവരുടെ ഫുഡാണ്, പിന്നെ അവരുടെ ഡ്രസ്സ്, ഈവൻ മസാജ്. ജസ്റ്റിന് മസാജ്, നമ്മുടെ തായ്ലാൻഡ് മസാജിന് പോകണം. ജസ്റ്റ് ഇവിടെ കുവൈറ്റ് ഉണ്ട്, പിന്നെ അതിനകത്ത് ഈജിപ്റ്റ്, അങ്ങനെ കണ്ട. കുവൈറ്റിലോട്ട് വരുമ്പോൾ കുറേ ഡ്രസ്സസ്, എല്ലാം ലേഡീസിനാണ് ഫോക്കസ്. നോക്കാം. പിന്നെ പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. പെർഫ്യൂംസ് കൊള്ളാം. ദിസ് ഈസ് യമൻ. യമന് ഞാനായിട്ടൊരു കണക്ഷൻ ഉണ്ട്. എന്താ അറിയോ? ഞാൻ ജനിച്ചത് യമനിലാണ്. സീരിയസ്ലി ജനിച്ചത് യമനിലാണ്. കാര്യം അപ്പോൾ നമുക്കിനി യമൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. സംഭവം നോക്കാം. സ്പൂൺ ആരും കളയരുത്, ഇത് യമനാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഹണിയവ. ഓക്കെ, ലിറ്ററലി അബൌട്ട് യമൻ എല്ലാവരും പറയില്ലേ മന്തി. യമനിലെ മന്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ യമൻ മന്തി എന്നൊക്കെ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് സംഭവം. നമ്മൾ നോക്കാം. യമൻ മന്തിയാണോ? പക്ഷേ മന്തി കഴിക്കാനുള്ള ഒരു ആവതില്ല ഇപ്പോൾ നിലവിൽ. ഇവിടെ ഹണി സ്പെഷ്യലാന്ന് പറഞ്ഞു മേടിച്ചു. അപ്പോൾ നമുക്ക് ഹണി നോക്കാം. ഹണി എങ്ങനെയുണ്ട്? ഞാൻ മേടിച്ചു. ഹണി കണ്ടു. Ginger very healthy for cough, for throat. അല്ലേ? കൈൻഡ് ഓഫ് എന്താ നല്ല മധുരം. നമ്മുടെ നോർമൽ ഹണി പോലല്ല, വേറെ എന്തോ കൈൻഡ് ഓഫ് മധുരം. എന്താ അങ്ങോട്ട് പിടിയിടില്ല. നോക്കാം. ഇവിടെ ഹണി. And this is the best? You sure? Okay. Right. How many kilo you want?
Which kind of honey you want looking for it before? Like, how much it will be? For medicine, for daily. Yeah, daily. Daily? Yeah, that's it. Like, okay, yeah, I will get back. Give me a minute. Let me check. White honey. Okay, white honey. So, white one. White honey over there. White honey. Creamy. White honey നോക്കാം നമുക്ക്. ആൻഡ് വൈറ്റ് ഹണി നിങ്ങൾ കണ്ടോ? ലെമൺ ഹണി. നോക്കാം. Which one is the best? The best? The best. Siller. Sidr honey. Can I get some? അപ്പോൾ നമ്മുടെ യമനി ചേട്ടൻ വിളിച്ചിട്ടാണ് ഇവിടുത്തെ ബെസ്റ്റ് ഹണി നോക്കണേ. കളാ ഇവിടെ പോയി ആൻഡ് ഇവിടെ പോയി കേസ്. കൊള്ളാം എപ്പ ഇവരെല്ലാവരും സാധനം എടുത്തിട്ട് ഇത് കളക്ട് ചെയ്യുന്നു, കുടിച്ചു നോക്കുന്നു. കൊള്ളാം. ഇങ്ങനെ കുറേ സ്പൂണിലേക്ക് തരുന്നുണ്ട്. സംഭവമാണോ എല്ലാത്തിനും നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ? പക്ഷേ പറ്റത്തില്ല. ബ്ലാക്ക് ആക്കി അങ്ങനെ അവരോട് എന്തൊക്കെ പറഞ്ഞു. 150 dirhams ഒരു സിൽവർ മോതിരത്തിന് അല്ലേ? 150 dirhams എന്ന് പറയുമ്പോൾ 2500 3000 രൂപ. 150 dirhams ഒരു മോതിരത്തിന്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ യമനിൽ ജനിച്ചത്. അവര് പറഞ്ഞു ഓക്കെ 2 dirhams കുറച്ചായിരുന്നു. അയ്യോ ഇവിടെ നിന്നൊക്കെ സാധനം വാങ്ങണ്ടേ? നല്ല വിലയാ. 300-400 dirham എന്നൊക്കെ പറയും. 400 dirham എന്നൊക്കെ പറഞ്ഞാൽ 10,000 രൂപ ഒരു കിലോ തേന. യമൻ ഈജിപ്റ്റ്. ഇത് സംഭവം കുറേ ഉണ്ട് കേട്ടോ. ഇത് ഈ സൈഡിൽ ഇങ്ങനെ കറങ്ങി അപ്പുറത്തോട്ടും കണ്ട് വരുമെന്നൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ രാജ്യത്തിൻ്റെ ഇതിനകത്തൊക്കെ കയറിയിട്ട് എപ്പോൾ വരാനാ? എന്താ ഫോട്ടോ എടുത്ത് തരാനോ? അങ്ങനെ നടക്കാ ജസ്റ്റിനെ എന്നാ ഉണ്ട് ചുറ്റുമണി? ഫോട്ടോ സെഷൻ എന്താ നീ ഉടുപ്പ് എന്നിട്ട് എത്ര എണ്ണം എടുക്കും? കുട്ടിൽ കൊള്ളാറ് 5-50 എടുത്താൽ 2 കൊള്ളാം. നല്ലത് എടുക്കാൻ പറ്റും. നീ എനിക്കൊരു നല്ല ഫോട്ടോ എടുത്തു തന്നോ? ഇതുപോലെ ഒരു വണ്ടി എടുക്കുക, അതിൽ പോവാം. നമ്മൾ നേരെ ഈജിപ്തിൽ പോകാം അല്ല ജാക്സൺ? നമ്മൾ ഈജിപ്തിന്റെ തെരുവുകളിലൂടെ പോവുകയാണ്. ഏതാ ബ്യൂട്ടി? ഇതല്ല മ്യൂസിക്. ദിസ് ഈസ് ലിറ്ററലി ഗുഡ് ഗൈസ്. കുറേ ആൻറ്റി കളക്ഷൻസ് ആൻഡ് ഓൾസോ കപ്പൊക്കെ നോക്കി. കപ്പ് ഈ സംഭവങ്ങളൊക്കെ നോക്കി കൊള്ളാം. കപ്പ് എല്ലാ വർക്കാണ്. ഒരു കപ്പിലും പ്ലേറ്റിലും ഒക്കെ കൊള്ളാം. ആൻഡ് ഇവരെ കുറേ കൾച്ചർ ഡ്രസ്സസ് സംഭവം കൊള്ളാം. മറ്റേ ജീനി വരും ഇതിന്. മറ്റേ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ വേണം ഒന്ന് നിറച്ച് നോക്കാം അല്ലേ? കുറച്ച് നോക്കിയാൽ ജീനി വന്നാലും അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. സുഖം കൊള്ളാം. പക്ഷെ നല്ല വിലയാണ്. നല്ല ദാഹം. ഫ്രീ ട്രയൽ ഉണ്ടെന്ന് വേണ്ടേ? ട്രയൽ
Tell me before eviction. No eviction. ഓക്കെ. പുള്ളി അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ഫോൺ കൊണ്ട് ചെന്നപ്പോൾ പുള്ളി പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈജിപ്തിലിത് കുഴപ്പമില്ല സംഭവം. എനിക്കറിഞ്ഞൂടാ, എനിക്ക് നേരത്തെ ഈജിപ്തിൽ പോകാത്തൊന്നും എനിക്കറിഞ്ഞൂടാ. സംഭവം കൊള്ളാം. ഇപ്പോഴത്തെ കുറേ സംഭവങ്ങൾ കുറേ ട്രഡീഷണലാണ്. ലൈക്ക് ഇത്രയും മോസ്റ്റ് മോഡേൺ അല്ലാതെ കുറച്ച് ട്രഡീഷണൽ സംഭവങ്ങൾ കൊള്ളാം. മൊറോക്കോ ഇത് ഇവിടെ ഈജിപ്ത് സംഭവം പോലാണോ? നമുക്ക് അതിൻ്റെ ഒരു ട്രഡീഷണൽ ഈ സംഭവമില്ലേ ഇത്? എന്തിനാണത്? നിനക്ക് കണ്ണി കിട്ടത്തില്ലടി, നീ മറ്റേ ഇതിന്റെ തൂണിന്റെ അടി പോകുമ്പോ ഇതും കൊണ്ട് ഏടപ്പട കണ്ണാടി നോക്ക്. ഹായ് കണ്ണാടിയിൽ നമ്മൾ കൊള്ളാല്ലേ? ഇതാ ഇത് കൊള്ളാല്ലേ? ഇത് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എങ്ങനെ എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്? എങ്ങനെ ഫുഡ് കഴിക്കും? ഇവിടെ മൊറോക്കോയുടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. And this is Saudi Arabia, and this is India. കൊള്ളാല്ലേ? ഇന്ത്യക്ക് ഭയങ്കര വലുതാണല്ലോ. ആനയൊക്കെ ഉണ്ടല്ലേ? ആന നമുക്ക് നോക്കാം ഇന്ത്യ എങ്ങനെ ഉണ്ടാവും. കൊള്ളാല്ലേ?